ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ ഈ എണ്ണയുടെ കളർ നോക്കിക്കേ, നല്ല പച്ച കളറിലിരിക്കുന്നത് കണ്ടോ. എൻ്റെ മുടിയുടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി കാച്ചിയൊരു എണ്ണയാണ് കേട്ടോ ഇത്. നല്ല സൂപ്പർ മണമാണ് കേട്ടോ ഇതിന്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം നമ്മുടെ എണ്ണ കാച്ചാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് പറിക്കാം കേട്ടോ. അപ്പം ആദ്യം തന്നെ ഞാൻ പറയാം, ഇതൊരു ഓയിൽ മേക്കിംഗ് ട്യൂട്ടോറിയലായിട്ട് ആരും കാണണ്ട. നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കൂടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു എണ്ണയാണ് നമ്മൾ കാച്ചുന്നത്. അപ്പോൾ അതേ നമ്മുടെ തൊട്ട് മുറ്റത്ത് തന്നെ കുറച്ച് സാധനങ്ങൾ നിൽപ്പുണ്ടായിരുന്നു. കീഴാനെല്ലി, കൃഷ്ണ തുളസി ഇല, ആര്യവേപ്പില, പൂവങ്കുരുന്നില, പിന്നെ എന്താ അത് പനിക്കൂർക്ക. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് മുറ്റത്തുനിന്ന് തന്നെ കിട്ടി. പിന്നെ വേറെയും കുറേ സാധനങ്ങൾ നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നും കൂടെ നോക്കാം. അങ്ങനെ നമ്മുടെ എണ്ണ കാച്ചാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മളിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഇവിടെ കരിയാപ്പില, അതുപോലെ തന്നെ ഭൃംഗരാജ, നമ്മുടെ കയ്യോന്നി. അപ്പോൾ ഈ രണ്ട് സാധനങ്ങളും നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഏറ്റവും ഒഴിച്ചുകൂടാനാവാത്ത രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ്. പിന്നെ ഇതാ ഇവിടെ കുറച്ച് ആര്യവേപ്പില എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പനിക്കൂർക്ക, നമ്മുടെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ പനി വരാതിരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു ഇലയുണ്ടല്ലോ, പനിക്കൂർക്ക. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. പിന്നെ കീഴാനെല്ലി, പൂവങ്കുരുന്നില, പിന്നെ നമ്മുടെ സ്വന്തം അലോവര, ഏറ്റവും സൂപ്പർബായിട്ടുള്ള സാധനം അലോവര. പിന്നെ ഒരു 3 പച്ച നെല്ലിക്ക എടുത്തിട്ടുണ്ട്. പിന്നെ തുളസിയില എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളി, ചുമന്നുള്ളി, അതും കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് അരി കഴുകിയ വെള്ളമാണ്. നമുക്കിതെല്ലാം അരച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഈ അരി കഴുകിയ വെള്ളമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള നമ്മുടെ ബ്ലാക്ക് ക്യുമിൻ സീഡും പിന്നെ ഉലുവയും, ഇത് രണ്ടും കുതിർത്തതും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ എണ്ണ കാച്ചാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ എല്ലാ ഐറ്റംസൊക്കെ നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം. എന്തെങ്കിലും മണ്ണൊക്കെ ഉണ്ടെങ്കിലൊക്കെ പോകാനായിട്ട് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിത് അരച്ചെടുക്കണം. പിന്നെ നമ്മുടെ നെല്ലിക്ക എടുത്തത് ഇവിടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. മുമ്പേ കാണിച്ച എല്ലാ ഇൻഗ്രീഡിയൻസും, നമ്മൾ ഇല ഐറ്റംസും, അലോവര, അതുപോലെ തന്നെ ചെറിയ ഉള്ളി, നെല്ലിക്ക, ഇത്രയും സാധനങ്ങൾ നമ്മൾ ഈ ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. അങ്ങനെ ഇത് അരച്ചെടുക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ കുറച്ച് അരി കഴുകിയ വെള്ളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. വളരെ കുറച്ച് മാത്രം മതി. അപ്പോൾ ഇതൊന്ന് ഒഴിച്ചു കൊടുത്ത് നമുക്കിത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പം നമ്മൾ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട്, ഒരു ഇലയുടെ പൊടിയും പൊട്ടും ഒന്നുമില്ല, നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ഇലയൊക്കെ കൂടെ അരച്ചത് നല്ലപോലെ അരിച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഉലുവയും അതുപോലെ തന്നെ കരിഞ്ജീരകവും വേറെ സെപ്പറേറ്റ് ആയിട്ട് അരക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതും കൂടെ അരിച്ച് നമ്മൾ ഈ ഒരു ഇലയൊക്കെ കൂടെ അരിച്ച ആ ഒരു മിക്സിലേക്ക് ഇതും നല്ലപോലെ അരിച്ച് ചേർത്ത് കൊടുക്കണം. ഇപ്പം നമ്മൾ ഈ ഒരു മിക്സ്, നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന എല്ലാ മിക്സും നമ്മൾ എണ്ണ ഉണ്ടാക്കുന്ന ആ ഒരു പാത്രത്തിലേക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മിക്സിൻ്റെ, നമ്മുടെ ഈ ഒരു മരുന്നിൻ്റെ വെള്ളം, ഇതിനകത്തുള്ള ആ വെള്ളമൊക്കെ നല്ലപോലെ ഒന്ന് വറ്റി വരണം. അപ്പോൾ ഇത് വറ്റുന്ന സമയത്ത് നമുക്ക് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ മരുന്നൊക്കെ നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ കൈവിടാതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഈ മരുന്നൊക്കെ അടിക്ക് കയറി പിടിച്ച് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ മരുന്നിലെ വെള്ളമൊക്കെ നല്ലപോലെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് ഈ പതയൊക്കെ നല്ലപോലെ ഒന്ന് കുറയും. അപ്പോൾ അതാണ് നമ്മുടെ വെള്ളം വറ്റി എന്നുള്ള ഒരു കണക്ക്. അപ്പോൾ ആ സമയത്ത് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ 1 കിലോ എണ്ണയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ.
അങ്ങനെ എണ്ണ ഫുൾ ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് ആ ഒരു മരുന്നും എണ്ണയും കൂടെ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. ഇപ്പം നോക്കുമ്പോഴറിയാം നമ്മുടെ എണ്ണയൊക്കെ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പതയൊക്കെ നല്ലപോലെ വറ്റിയ ശേഷം മാത്രമേ നമ്മുടെ എണ്ണ റെഡി ആകത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം നോക്കുമ്പോഴറിയാം നമ്മുടെ എണ്ണയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ എണ്ണയിലെ ആ ഒരു പതയൊക്കെ നല്ലപോലെ മാറിയിട്ടുണ്ട്. അപ്പോൾ ആ പത മാറുന്നതാണ് നമ്മുടെ എണ്ണ പരുവമായെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇനിയും എണ്ണ റെഡിയായോ എന്ന് സംശയമാണെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. ഒരു 5-6 കുരുമുളക് നമ്മുടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ എണ്ണയിൽ ഇടുന്ന സമയത്ത് ഇത് പൊട്ടുന്ന സൗണ്ട് കേൾക്കുവാണെങ്കിൽ നമ്മുടെ എണ്ണ പരുവമായിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. അപ്പോൾ അത് മാത്രമല്ല, നമ്മുടെ കുരുമുളക് എണ്ണയിൽ ചേർക്കുന്നത് നമുക്ക് ജലദോഷം വരാതിരിക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പം നമ്മുടെ എണ്ണയിലേക്ക് ആ മരുന്നൊക്കെ നല്ലപോലെ പിടിച്ച് നല്ല പച്ച കളറായിട്ടുണ്ട് എണ്ണ. കാണുമ്പോൾ തന്നെ അറിയാം ആ മരുന്നൊക്കെ ശരിക്കും എണ്ണയിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ആ വേസ്റ്റൊക്കെ അടിയിൽ പോയിട്ട് നമുക്ക് ആ എണ്ണ മാത്രമായിട്ട് നല്ലപോലെ തെളിഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്കിത് വേഗം ഒരു ബോട്ടിലേക്ക് മാറ്റിയെടുക്കാനായിട്ടും പറ്റും. ബോട്ടിൽ ഒഴിക്കുന്ന ആറിയിട്ട് തന്നെ ഒഴിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ നല്ലപോലെ ചൂടാക്കി ആറിയിട്ട് നമുക്കിത് ബോട്ടിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റ.